യേശു കർത്താവാണെന്നും യേശു ദൈവമാണെന്നും ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ പ്രഖ്യാപിക്കുന്നു. യേശുവേ രക്ഷകനാ, കർത്താവേ നാഥനേ, യേശുവേ രക്ഷകനാ, കർത്താവേ നാഥനേ. 1 കൊരിന്തോസ് 15:27. 1 കൊരിന്തോസ് 15:27. ദൈവം സമസ്തവും അധീനമാക്കി തന്റെ പാദത്തിൻ കീഴാക്കിയിരിക്കുന്നു. അപ്പൊ യേശു എങ്ങനെയാണ് കർത്താവായെന്നാണ് 1 കൊരിന്തോസ് 15:26 പറയണത്. എങ്ങനെയാണ്? ദൈവം സമസ്തവും, നമ്മുടെ രോഗവും ക്ഷീണവും കടങ്ങളും വഴക്കും എല്ലാ തരത്തിലും നെഗറ്റീവ് പവേഴ്സും കുടുംബത്തിനും മന്ത്രവാദം എല്ലാ സംഭവവും ദൈവം സമസ്തവും പറഞ്ഞ് ദൈവം സമസ്തവും അവന്റെ പാദത്തിന്റെ കീഴിലാക്കിയിരിക്കുന്നു. അപ്പോഴേ ക്രിസ്തു കർത്താവാകണത് അങ്ങനെയാണ്. അപ്പം നമ്മൾ എന്താ ചെയ്യണത്? യേശു കർത്താവാണെന്ന് അധരം കൊണ്ട് നമ്മൾ ഏറ്റുപറയുകയാണ്. അപ്പം യേശു കർത്താവാണെന്ന് അധരം കൊണ്ട് ഏറ്റുപറയുമ്പോൾ നമ്മുടെ മുമ്പിലുള്ള ഏറ്റവും അതർ ഗോഡ്സിനെ ഡിസ്പെൽ ചെയ്യണതാണ് പിന്നീട് ഒരു ഓപ്ഷനുള്ളത്. അതർ ഗോഡ്സിനെ നമ്മൾ ഡിസ്പെൽ അതർ ഗോഡ്സ് എന്ന് പറഞ്ഞാൽ വേറെ ദൈവങ്ങൾ എന്ന് പറയുമ്പോൾ നിങ്ങളവർക്ക് ഇവിടെ ഹിന്ദുക്കൾ ഇരിപ്പുണ്ട്, മറ്റു തരത്തിലുള്ള പല ആൾക്കാർ ഇരിപ്പുണ്ട്. ഞാൻ ആ മതപരമായിട്ട് വേറെ ദൈവമെന്ന് പറയുകയല്ല. ഞാനിവിടെ അതർ ഗോഡ്സ് എന്ന് പറയുമ്പോൾ മനുഷ്യൻ ദൈവത്തെക്കാൾ പ്രാധാന്യം കൊടുക്കുന്ന പൊന്ന്, അതുപോലെ തന്നെ പണം, ചിലരുമായിട്ടുള്ള ബന്ധങ്ങൾ, ചില വ്യക്തികൾ, ഇത് നമ്മൾ എന്തുകൊണ്ടാണ് ഇതുപോലെയുള്ള വ്യക്തികൾക്ക് ആത്മീയ കാര്യങ്ങൾക്ക് ബൈബിളല്ലാതെ വേറെ വ്യക്തികൾ നമ്മളെ ഉപദേശിക്കാൻ നിങ്ങൾ അനുവദിക്കരുത്. എന്താ കാര്യം? അവർ അതർ ഗോഡ്സിൽപ്പെട്ട ആളാണ്, വേറെ ദൈവമാണ്. കാരണം ദൈവത്തിനെ ഡീത്രോൺ ചെയ്തിട്ട് ഇവർ ദൈവമല്ലാത്തതിനെ ദൈവമായിട്ട് വെച്ചുകൊണ്ട് ആണ് നിങ്ങളെ അതിലേക്ക് അടുപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അത് മനസ്സിലാക്കാനുള്ള കോമൺ സെൻസ് നിങ്ങൾക്ക് വേണം. അപ്പോൾ യേശു കർത്താവാണെന്ന് അധരം കൊണ്ട് ഏറ്റു പറയുമ്പോൾ യേശുവിൻ്റെ സ്ഥാനത്ത് പ്രാധാന്യം വരുന്ന പല വ്യക്തികളെയും സംഭവങ്ങളെയും പ്രസ്ഥാനങ്ങളെയും ഗുഡ് ബൈ പറയണം. അതാണ് വിഷയം. അതൊരു വേർപാട് ജീവിതമാണ്. ഈ യേശുവിനെ സ്വീകരിക്കുന്നതിന് നല്ല വേർപാട് വേണ്ടി വരും. യേശുവിനെ സ്വീകരിക്കുന്ന, അല്ലാതെ അതുകൊണ്ട് ഈശോ തന്നെ പറഞ്ഞിട്ടുണ്ട്, ദൈവത്തെയും മാമോനെയും ഒരുമിച്ച് സേവിക്കുക സാധ്യമല്ല. അതാണ് വിഷയം. Take the word of God. ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മത്തായി 6:24. മത്തായി 6:24. 2 യജമാനന്മാരെ സേവിക്കാൻ ആർക്കും സാധിക്കുകയില്ല. ഒന്നുകിൽ ഒരുവനെ ദ്വേഷിക്കുകയും അപരനെ സ്നേഹിക്കുകയും ചെയ്യും, അല്ലെങ്കിൽ ഒരുവനെ ബഹുമാനിക്കുകയും അപരനെ നിന്ദിക്കുകയും ചെയ്യും. ദൈവത്തെയും മാമോനെയും സേവിക്കാൻ നിങ്ങൾക്ക് സാധിക്കുകയില്ല. അപ്പോൾ ഇതേ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു പ്രോബ്ലം വരണത്, ദൈവത്തെ സേവിച്ചാൽ മാമോന് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷെ മാമോനെന്ന് പറയുന്ന ഇതര ദൈവം, അതായത് ആ ദൈവത്തിൻ്റെ സ്ഥാനത്ത് വരുന്ന ഫേക്ക് ഗോഡ്, പൊയ് ദൈവം, അത് പവറാകാം, ചില വ്യക്തികളാകാം, ചില നിരീശ്വര സങ്കല്പമുള്ള ആൾക്കാരാകാം. ഇപ്പം നിൻ്റെ ഭർത്താവ്
കുമ്പസാരിക്കണില്ല. അയാളൊരു ഫേക്ക് ഗോഡാണ് ശരിക്കും പറഞ്ഞാൽ. അയാൾ എന്തുകൊണ്ട് കുമ്പസാരിക്കണില്ല? പിന്നെ ആത്മീയ കാര്യങ്ങൾ അയാൾ പറയുന്നത് നിങ്ങൾക്ക് സ്വീകാര്യമല്ല ശരിക്കും പറഞ്ഞാൽ. നിൻ്റെ ഭർത്താവ് നീ പറഞ്ഞിട്ട് കുമ്പസാരിക്കണില്ല. ഇനി നിൻ്റെ ഭർത്താവിനോട് കുമ്പസാരിക്കണമെന്ന് പറയാനുള്ള ധൈര്യം നിനക്കില്ല. അപ്പോൾ ആരാണ് നീ സേവിക്കണത്? അവിടെയാണ് വിഷയം വന്നത്. നിൻ്റെ ഭർത്താവിനോട് കുമ്പസാരിക്കും മനുഷ്യ എന്ന് പറയാനുള്ള ഗട്ട്സ് നിനക്കില്ല. അപ്പം നീ അയാളുടെ തിന്മകളെ നീ അറിയാതെ അംഗീകരിക്കുന്നു. ഇനി അയാളെ കുമ്പസാരിച്ചാലും കുഴപ്പമില്ല, നിനക്ക് പുലിവാൽ ഉണ്ടാക്കാതിരുന്നാൽ മതിയെന്നുള്ള ഒരു അഡ്ജസ്റ്റ്മെൻറ്റിലാണ് നീ പോണത്. മനസ്സിലായില്ലേ? അയാളെ കുമ്പസാരിച്ചാലും കുഴപ്പമില്ല, വീട്ടിൽ കുഴപ്പം ഉണ്ടാക്കാതിരുന്നാൽ മതി, ആ ഒരു ധാരണയിലാണ്. നിലപാടെന്താണ്? ഈശോയുടെ നാമത്തെ പ്രതി വീട്ടിൽ ഇത്തിരി കുഴപ്പമുണ്ടായാലും കുഴപ്പമില്ല, ക്രിസ്തുവിന് വേണ്ടി ഒരു നിലപാടെടുക്കാൻ നിനക്ക് കഴിയണം. അതാണ് വിഷയം വരണത്. ഇതെന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ വരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരുമിച്ച് സേവിക്കുക സാധ്യമല്ല എന്ന് പറയുന്ന നിലപാടിൽ നിന്നാണ്. ദൈവത്തെയും ദൈവം അല്ലാത്തതിനെയും ഒരുമിച്ച് സേവിക്കുക സാധ്യമല്ല. അപ്പോൾ ഉടമ്പടി എന്ന് പറയുമ്പോൾ നിങ്ങൾ കൊണ്ടുവന്ന് ഉപ്പ് കൊണ്ടുവന്ന് എവിടെയെങ്കിലും സ്കാനിങ് ബോർഡിൻ്റെ താഴെ കൊണ്ടുവന്ന് വിട്ട് വിശ്വപ്രമാണം ചെല്ലണ ചെറിയ പ്രയോഗം മാത്രമല്ല, അതൊരു നിലപാടാണ്. ദൈവത്തിന് നിങ്ങളുടെ നിലപാടിലാണെന്ന് ദൈവത്തിന് തോന്നിയാൽ, നിങ്ങളെ ഉടമ്പടിയുടെ പവർ നമ്മൾ എംപവർ ചെയ്യണത് പലപ്പോഴും നിലപാടിലൂടെയാണ്. ഒരാളിൻ്റെ നിലപാട് ഉടമ്പടിക്ക് പ്രധാനം കൊടുത്തുകൊണ്ടുള്ള ഒരു ജീവിതമാണെങ്കിൽ അതൊരു നിലപാടാണ്. മർക്കോസ് 13:9. മർക്കോസ് 13:9. അവർ നിങ്ങളെ ന്യായാധിപ സംഘങ്ങൾക്ക് ഏൽപ്പിച്ചു കൊടുക്കും. അപ്പോൾ അതാണല്ലോ ഇപ്പം സംഭവിക്കണത്. അവർ നിങ്ങളെ ന്യായാധിപ സംഘങ്ങൾക്ക് ഏൽപ്പിച്ചു കൊടുക്കും. സിനഗോഗുകളിൽ വെച്ച് നിങ്ങളെ പ്രഹരിക്കും. ദേശാധിപതികളുടെയും രാജാക്കന്മാരുടെയും മുമ്പാകെ എനിക്ക് സാക്ഷ്യം നൽകാൻ നിങ്ങൾ നിൽക്കും. ഇതൊക്കെ നിങ്ങൾക്ക് സാക്ഷ്യം നൽകാനുള്ള അവസരമായിരിക്കും. അപ്പം നമുക്ക് എന്തെങ്കിലും തരത്തിലുള്ള നമ്മുടെ വിശ്വാസത്തിനെതിരെ ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യപ്പെടുമ്പോൾ, ചിലപ്പോൾ അവിടെ മീഡിയ റീച്ചിന് വേണ്ടിയാകും, അല്ലെങ്കിൽ സഭയെ തന്ത്രപരമായിട്ട് ഉപദ്രവിച്ചുകൊണ്ട് രാഷ്ട്രീയ നേട്ടം ഉണ്ടാക്കാനാകും. ഇതെല്ലാം ഇലക്ഷൻ്റെ ഒരു ടൈമിനാണ് ഇതെല്ലാം പൊങ്ങി വരണമെന്ന് ഓർക്കണം. അപ്പം നമ്മളെ സഹായിക്കാമെന്നും പറഞ്ഞ് നമ്മുടെ കൂടെ നിൽക്കുന്ന ആൾക്കാർക്ക് പോലും അവർ തന്നെയായിരിക്കും നമ്മളെ ഏറ്റവും ഉപദ്രവിക്കാൻ വേണ്ടി സാത്താൻ ഉപയോഗിക്കുന്ന ആൾക്കാർ. പക്ഷേ ഇതൊക്കെ എന്താണ് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം എന്താണ് അത് ശരി ഇത് ശരി വേണമെന്ന് പറയുന്ന സമയമല്ലത്. മറിച്ച് എന്താണ് വിശുദ്ധമായ ജീവിതം നയിച്ചുകൊണ്ട് ഇതെല്ലാം നിങ്ങൾക്ക് സാക്ഷ്യം വഹിക്കാനുള്ള അവസരമായിരിക്കും. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. എന്നെ ഈ അൾത്താരയിൽ ഒരു നിമിഷം നിൽക്കാൻ അനുവദിച്ച എൻ്റെ ഈശോയ്ക്കും പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായ പരിശുദ്ധ അമ്മയ്ക്കും 1000 നന്ദി.
എൻ്റെ പേര് സിനു. ഞാൻ തോട്ടക്കര ഇടവകയിൽ നിന്നും വരുന്നു, മൂവാറ്റുപുഴ. ഞാൻ 2024 മാർച്ചിലാണ് ആദ്യമായിട്ട് കൃപാസനത്തിൽ വരുന്നത്. ഞാൻ കൃപാസനത്തിൽ വന്ന് പ്രാർത്ഥിച്ച് തിരിച്ചു പോകാൻ വേണ്ടി വന്ന ആളാണ്. ഞാൻ എൻ്റെ ഒരു കൂട്ടുകാരിയുടെ കൂട്ടത്തിലാണ് ആദ്യമായിട്ട് കൃപാസനത്തിൽ വരുന്നത്. അവർ ഉടമ്പടി എടുക്കാനായിട്ട് മേഖലയിലേക്ക് പോയി. ഞാൻ താഴെ പ്രാർത്ഥിച്ചു. പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് അവിടെ ആ സൈഡിലൊരു ലൈൻ കണ്ടു. ഞാനും ആ ലൈനിൽ കയറി നിന്നു. അപ്പോൾ അച്ഛൻ അവിടെ ബ്ലെസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെ വന്നു കഴിഞ്ഞപ്പം എന്നോട് ഒരു കപ്പൂജി അച്ഛനാണ്. അച്ഛൻ എന്നോട് ചോദിച്ചു, മോളെ നിനക്ക് എന്താണ് പറയാനുള്ളത്, നിനക്ക് എന്താ ആഗ്രഹമാണെന്ന്. അപ്പോൾ ഞാൻ അച്ഛനോട് പറഞ്ഞു, അച്ഛാ എൻ്റെ ഒരു കൂട്ടുകാരി UK യിലുണ്ട്, അപ്പം അവളുടെ കൂടെ പോകാൻ വേണ്ടിയിട്ടാണ് ഞാൻ നോക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ അച്ഛൻ എന്നോട് ചോദിച്ചു, നീ ഉടമ്പടി എടുത്തോ? അപ്പം ഞാൻ പറഞ്ഞു, ഇല്ല അച്ഛാ, ഞാൻ ഉടമ്പടി എടുത്തില്ല എന്ന് പറഞ്ഞു. നീ ഉടമ്പടി എടുത്തില്ല എങ്കിൽ ഇതിലെ കറങ്ങി നടക്കത്തേ ഉള്ളൂ, നിനക്ക് പോകാൻ സാധിക്കില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അച്ഛൻ ബ്ലെസ് ചെയ്ത് കൂടെ മാറി നിന്ന് ഈശോയോട് പ്രാർത്ഥിച്ചു, ഈശോയെ എനിക്ക് ഉടമ്പടി എടുക്കണമെന്ന് പേടിയാണ് ശരിക്കും. അത് തുടർന്നുകൊണ്ട് പോകാൻ സാധിക്കുമോ, ഇനി വരാൻ പറ്റുമോ എന്നൊന്നും എനിക്കറിയില്ല. അതുകൊണ്ട് ഞാൻ ഉടമ്പടി എടുക്കാതെ തന്നെ, എൻ്റെ അമ്മയ്ക്ക് എൻ്റെ അവസ്ഥകളെല്ലാം അറിയാമല്ലോ, അവിടുന്ന് എനിക്ക് എല്ലാ കാര്യങ്ങളും നടത്തി തരണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് ഞാൻ ഇവിടുന്ന് പുസ്തകവും മേടിച്ചു, തിരിയും മേടിച്ചു, വീട്ടിൽ പോയി പ്രാർത്ഥിച്ചു. മെയ് മാസമായപ്പോൾ എനിക്ക് എൻ്റെ ഉള്ളിൽ ഭയങ്കര വിഷമം, നീ ഉടമ്പടി എടുക്കുന്നു, നീ ഒന്നും കൂടി വാന്ന്. അപ്പോൾ ഇവിടെ വന്ന് ഞാൻ വേറൊരു കൂട്ടുകാരിയോട് അവിടെ വെച്ച് പറഞ്ഞു, എടി എനിക്ക് ഇങ്ങനെ ഉടമ്പടി എടുക്കണമെന്ന് ആഗ്രഹമുണ്ട്, വീട്ടിൽ പറഞ്ഞെന്നാൽ ഹസ്ബൻഡ് സമ്മതിക്കുമോയെന്നറിയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവൾ പറഞ്ഞു, എന്നാൽ ഞാനും പോരാം, നമുക്ക് 2 പേർക്കും കൂടെ പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വീട്ടിൽ വന്ന് ഹസ്ബൻഡിനോട് പറഞ്ഞു, എൻ്റെ കൂട്ടുകാരിയും പോരുന്നുണ്ട്, ഞാൻ പൊയ്ക്കോട്ടെ എന്ന് ചോദിച്ചു. അപ്പോൾ പുള്ളി പ്രത്യേകിച്ച് എതിരൊന്നും പറഞ്ഞില്ല. അങ്ങനെ ഞാൻ ആദ്യമായിട്ട് 2024 മെയ് മാസം 24-ാം തീയതി ആദ്യമായിട്ട് ഉടമ്പടി എടുത്തു, പ്രാർത്ഥിച്ചു. ഒരു ജൂലൈ ഒക്കെ ആയപ്പോൾ എന്നോടൊരു ഏജൻറ്റ് പറഞ്ഞു, സിനു ഇറ്റലിക്ക് പോകാനായിട്ട് ഒരു വേക്കൻസി ഉണ്ട്, സിനു പോകുന്നുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, കുഴപ്പമില്ല, വെച്ച് നോക്ക്, കിട്ടുവാണെങ്കിൽ പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ അത് വെച്ചു പ്രാർത്ഥിച്ച് ഞാൻ കിട്ടുമെന്നുള്ള പ്രതീക്ഷയിൽ ഞാനിങ്ങനെ ഇരിക്കുന്നു. അപ്പം ഇൻ്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്തു, കിട്ടിയില്ല. അപ്പം ഞാൻ പിന്നെ ഉടമ്പടി പുതുക്കി ഈശോയോട് പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞ് പിന്നെ മാർച്ചിൽ ആണ് ഞാൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ച് ഇരിക്കുമ്പോൾ എന്നെ ചേച്ചി വിളിച്ചു. എൻ്റെ ചേച്ചി വിളിച്ചിട്ട് പറഞ്ഞു, സിനു ഇസ്രായേലിന് പോകാനായിട്ട് ഒരു ചാൻസ് ഉണ്ട്, നീ പോകുന്നുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, ചേച്ചി ഇസ്രായേലിന് പോകാൻ എന്നെക്കൊണ്ട് സാധിക്കില്ല, കാരണം അത്രയും എമൗണ്ട് എന്നെക്കൊണ്ട് എന്താണെങ്കിലും സാധിക്കില്ല ചേച്ചി എന്ന് പറഞ്ഞു. അപ്പോൾ ചേച്ചി പറഞ്ഞു, നീ ഒന്ന് ശ്രമിച്ചു നോക്ക്, ആ ചേച്ചി ലീവിൽ വന്നിട്ടുണ്ട്, നീ ഒന്ന് വീട്ടിൽ പോയി കണ്ടു നോക്കെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇനി ചേച്ചീനെ വിഷമിപ്പിക്കണ്ടെന്ന് കരുതി, രാത്രിയല്ലേ, ഒറ്റയടിക്ക് അങ്ങനെ ചേച്ചിയോട് പറഞ്ഞു. ചേച്ചി എന്ത് വിചാരിക്കുമെന്ന് വിചാരിച്ച് ഞാൻ പറഞ്ഞു, ഓക്കെ ചേച്ചി, രാവിലെ അൻഷിയേട്ടനോട് സംസാരിച്ചിട്ട് പറയാമെന്ന് പറഞ്ഞു. അങ്ങനെ രാവിലെ ഞാൻ അൻഷിയേട്ടനോട് ഹസ്ബൻഡിനോട് സംസാരിച്ച് കഴിഞ്ഞപ്പം പുള്ളി എന്നാൽ പോയി കണ്ടു നോക്കോ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അവിടെ പോയി ചേച്ചീനെ കണ്ടു. ചേച്ചി എന്നോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു, ഇങ്ങനെ ഒരു ഇൻ്റർവ്യൂ ഉണ്ട്, ഇൻ്റർവ്യൂ പാസ്സായി കഴിഞ്ഞ് എന്നാലേ സെലക്ഷൻ ആവുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഓക്കെ ഒക്കെ പറഞ്ഞു. ജൂണിൽ അവർ എന്നെ വിളിച്ചു, ഏജൻസിയിൽ നിന്ന് വിളിച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ആദ്യത്തെ ഇൻ്റർവ്യൂവിൽ തോറ്റുപോയി. ഞാൻ മുറിയടച്ചിരുന്ന് കരഞ്ഞു. അപ്പോൾ എൻ്റെ മോൾ എന്നോട് വന്ന് പറഞ്ഞു, അമ്മ എന്തിനാ വിഷമിച്ചേരും, നമ്മ പൈസയൊന്നും കൊടുത്തില്ലല്ലോ, ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തല്ലുള്ളൂ, അത് ഫെയിലായിപ്പോയാൽ അമ്മ ഇത്രമാത്രം കരയാൻ എന്നാ ഇരിക്കുന്നത്, അമ്മ പ്രാർത്ഥിക്കുന്നത് ഈശോയോടല്ലേ, ഈശോ അമ്മയ്ക്ക് തരാനുള്ളതാണെങ്കിൽ തരും, അമ്മ കരയുമൊന്നും വേണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞാൻ കുറച്ച് നേരം കൂടി ഇരുന്ന് മുട്ടേ നിന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ചു. എഴുന്നേറ്റ് അവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എൻ്റെ ചേച്ചി വിളിച്ചു, എടി നിനക്ക് ആ ഏജൻസിയിൽ കിട്ടത്തില്ല
ഇല്ല, അതുകൊണ്ട് ഞാൻ വേറൊരു ചേച്ചിയുടെ നമ്പർ തരാം, അപ്പോൾ നീ ആ ചേച്ചീനെ ഒന്ന് വിളിച്ച് നോക്ക്, വേറെ ഏജൻസിക്ക് വെച്ച് നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഓക്കെ എന്ന് പറഞ്ഞു. നിനക്ക് ധൈര്യമുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, എനിക്ക് ധൈര്യമുണ്ടെന്ന് പറഞ്ഞു. നീ കരച്ചിൽ നിർത്തുമെന്ന് പറഞ്ഞു. അങ്ങനെ അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ എന്നെ വേറെ ഒരു ചേച്ചി വിളിച്ചു, സിന്ധു എന്ന് പറഞ്ഞ ചേച്ചി വിളിച്ചു. ചേച്ചി എന്നോട് പറഞ്ഞു അരമണിക്കൂർ കഴിയുമ്പം ഏജൻസിയിൽ നിന്ന് വിളിക്കും, അപ്പോൾ നീ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. അവിടെ എനിക്ക് ഇൻ്റർവ്യൂ പാസ്സായി. ഓഗസ്റ്റിൽ 1 മാസത്തെ ക്ലാസ് ഉണ്ട്, ക്ലാസ്സിന് പോകണമെന്ന് പറഞ്ഞു. ക്ലാസ്സിന് പോകണമെങ്കിൽ പൈസ ഇല്ല. അപ്പം ഞാൻ എൻ്റെ പിള്ളേരുടെ സ്വർണ്ണം ഗോൾഡ് പണയം വെച്ചിട്ട് ഞാൻ ക്ലാസ് കൂടാൻ വേണ്ടി പോയി. ക്ലാസ് കഴിഞ്ഞ് വന്ന് പേപ്പർ വയ്ക്കണമെങ്കിൽ ബാക്കി പൈസയില്ല, 18 ലക്ഷം രൂപയാവും. എന്ത് ചെയ്യുമെന്ന് എനിക്കറിയില്ല. അപ്പോൾ ബാക്കി കൂട്ടുകാരൊക്കെ പേപ്പറുകളൊക്കെ വെച്ചു. എന്നോട് അവർ ചോദിക്കുന്നുണ്ട് നീ വെക്കാത്ത എന്താ? അപ്പോൾ ഞാൻ പറഞ്ഞിട്ട് പൈസ റെഡി ആയില്ല, വെറുതെ കൊണ്ടേ വെച്ചിട്ട് ഈ പൈസയും കൂടി കളയണ്ടാണല്ലോ, അതുകൊണ്ട് ഞാൻ വെക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് കുറച്ചും കൂടെ ടൈം കഴിയട്ടെ എന്ന് പറഞ്ഞ് മാറ്റി ഇങ്ങനെ വെച്ചുകൊണ്ടിരുന്നു. അത് കഴിഞ്ഞ് സെപ്റ്റംബറിൽ ഞാൻ വീണ്ടും ഉടമ്പടി പുതുക്കിയിട്ട് ഞാൻ ഇവിടെ വന്നിട്ട് ഓഫീസിൽ കയറി ചോദിക്കാം, കുറച്ച് ദിവസം എനിക്ക് പ്രേക്ഷിത വേല ചെയ്യണം, താല്പര്യമുണ്ട് എന്ന് പറയാമെന്ന് വിചാരിച്ച് ഞാൻ ഓഫീസിൽ ചെന്ന് അവിടെ മാനേജറെ കണ്ട് ചോദിച്ചു. അപ്പോൾ അവരെന്നോട് പറഞ്ഞു വന്നു പോകുന്നവർക്ക് അതിനുള്ള സൗകര്യമുള്ളവർക്ക് ഇവിടെ ഉള്ളൂ, അല്ലാതെ ഇവിടെ നിൽക്കാനുള്ള സൗകര്യമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ ഒരു ചേച്ചി അവിടെ ചോദിക്കുന്നു വിട്ടു അഖണ്ഡ ജപമാല റാലിയുടെ കാര്യം. അപ്പോൾ ഞാനും ചോദിച്ചു ചേട്ടാ എനിക്കും ഇങ്ങനെ താല്പര്യമുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അപ്പം എന്നോട് പറഞ്ഞു 19-ാം തീയതി ഉണ്ട്, ട്രയലുണ്ട്, എന്നാൽ അതിൽ മോള് പോരുന്നുണ്ടെങ്കിൽ പോരേ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഇവിടെ വന്ന് അഖണ്ഡ ജപമാല റാലിയിൽ പങ്കെടുത്തു. അപ്പോൾ ഒരാളെ അവിടെ വെച്ച് പരിചയപ്പെട്ടു. അപ്പോൾ അവരോട് ഞാൻ ചോദിച്ചു ഇങ്ങനെ അച്ഛനെ കാണണമെങ്കിൽ എന്താണ് ചെയ്യേണ്ടതെന്ന്. അപ്പോൾ പറഞ്ഞു അതിന് നല്ല രേഖകളുണ്ടെങ്കിൽ മാത്രമേ അച്ഛനെ കാണാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ എൻ്റെ പേപ്പറുകളും ഇതെല്ലാമായിട്ട് ഞാൻ അച്ഛനെ വന്ന് കണ്ടു, അൾത്താരയിൽ വെച്ച് പ്രാർത്ഥിച്ചു. അച്ഛൻ എന്നോട് പറഞ്ഞു നിനക്ക് ഇസ്രായേലിന് പോകാൻ സാധിക്കും എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഫെബ്രുവരിയിൽ എനിക്ക് പുതുക്കേണ്ട സമയമായി. ഞാൻ ഫെബ്രുവരി 11-ാം തീയതി ഇവിടെ വന്ന് അത് പുതുക്കി. 11-ാം തീയതി പുതുക്കി ഞാനവിടെ ക്ലാസ്സിലിരിക്കുമ്പോൾ എന്നെ ഒരു ആൻറ്റി വിളിച്ച് ചോദിച്ചു നീ എവിടെയാണെന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു ആൻറ്റി ഞാനിങ്ങനെ കൃപാസനത്തിൽ ഉടമ്പടി പുതുക്കാൻ വേണ്ടി വന്നതാണെന്ന് പറഞ്ഞു. അപ്പോൾ ആൻറ്റി എന്നോട് ചോദിച്ചു നിനക്ക് ഇതുവരെ പോകാറായില്ലേ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു ആൻറ്റി അത് സാരമില്ല, ഞാൻ ആ കാര്യം വിട്ടു, എനിക്ക് അത് കിട്ടിയില്ലെങ്കിലും വിഷമമില്ല, കാരണം എൻ്റെ ദൈവം എനിക്കതിൽ നല്ലത് തരും, ആ ആഗ്രഹം എൻ്റെ മനസ്സിൽ നിന്ന് പോയി ആൻറ്റി എന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ഉടമ്പടി പുതുക്കി ഇവിടെ വന്ന് മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചു. വീട്ടിൽ ചെന്ന് 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ എൻ്റെ ഫോണിൽ മെസ്സേജ് വന്ന് കിടക്കുന്നു, ജോബ് ഓർഡർ വന്ന് കിടക്കുന്നു, മത്താശയും വന്ന് കിടക്കുന്നു. അപ്പോൾ തന്നെ ചേച്ചി എന്നോട് പറഞ്ഞു സീനു 2 ദിവസത്തിനുള്ളിൽ വിസ വരും, അപ്പോൾ പോകാൻ റെഡി ആകണം കേട്ടോ എന്ന് പറഞ്ഞു. എനിക്ക് പക്ഷേ പൈസയൊന്നും ആയിട്ടില്ല, ഞാൻ ആകെ ടെൻഷനിലാണ്. ഞാൻ എന്ത് ചെയ്യും, 2 ദിവസം കൊണ്ട് എങ്ങനെയാണ് ഇത്രയും എമൗണ്ട് ഉണ്ടാക്കുന്നതെന്ന് വിചാരിച്ച് ഞാൻ ആകെ വിഷമിച്ച് എനിക്ക് സന്തോഷിക്കാൻ പറ്റുന്നില്ല, വിഷമമാണ്. അപ്പോൾ എന്നോട് മോള് പറയുന്നുണ്ട് അമ്മ വിഷമിച്ച് കസേരയിൽ ഇങ്ങനെ ഇരിക്കില്ലേ, അമ്മ എണ്ണീറ്റിട്ട് എന്താണെങ്കിൽ പൈസയുടെ കാര്യങ്ങൾ എന്താണ് ചെയ്യാനായിട്ട് നോക്കുക എന്ന് പറഞ്ഞു. 13 വയസ്സേയുള്ളൂ എൻ്റെ മോക്ക്. അവളെന്നോട് പറഞ്ഞു അമ്മ വിഷമിക്കാതെ കാര്യങ്ങളൊക്കെ അമ്മ നമ്മൾ പ്രാർത്ഥിക്കുന്നു, അമ്മ നടത്തിത്തരും, അമ്മ വിഷമിക്കേണ്ട, അതിനുള്ള എന്തെങ്കിലുമൊക്കെ നടപടികൾ ചെയ്യാൻ നോക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ഓരോരുത്തരോട് വിളിച്ച് ചോദിക്കാൻ തുടങ്ങി. അങ്ങനെ എമൗണ്ടൊക്കെ ഏകദേശം ആയി റെഡിയായിരിക്കുമ്പോഴാണ് ഞാനെന്ന് ഓർത്ത് എന്നാൽ ഉടമ്പടിയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈശോയെ ഞാൻ സാക്ഷ്യപ്പെടുത്തിക്കൊള്ളാമെന്ന്. അങ്ങനെ 2 ദിവസത്തിനുള്ളിൽ പോകേണ്ടി വന്നാൽ എന്ത് ചെയ്യുമെന്ന് കരുതി, എനിക്ക് സാക്ഷ്യം പറയാൻ പറ്റിയില്ലെങ്കിലോ എന്ന് കരുതി ഞാൻ തിങ്കളാഴ്ച ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് സാക്ഷ്യം പറയാനായിട്ട് എഴുതി കൊടുത്തപ്പം എന്നോട് സിസ്റ്റർ പറഞ്ഞു ഇവിടെ വിസ ഉണ്ടെങ്കിലേ സാക്ഷ്യം പറയാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ തിരിച്ചു പോയി വീട്ടിൽ ചെന്ന്
എന്നാൽ ഒരിത്തിരി സമയം കിടന്നിട്ട് എണീക്കാം എന്താണെങ്കിലും എന്ന് വിചാരിച്ച് ഞാൻ കിടന്നിട്ട് എണീറ്റ് കഴിഞ്ഞ് കഴിഞ്ഞ് വെറുതെ ഫോൺ എടുത്ത് നോക്കിയപ്പം വിസ വന്ന് കിടക്കുന്നു. ഞാൻ വിഷമിച്ചു. ഇനി എന്ത് ചെയ്യും എൻ്റെ ഈശ്വര, പോകാൻ പൈസ കയ്യിലേക്ക് എത്തിയിട്ടില്ല, എന്ത് ചെയ്യും, 2 ദിവസത്തിനുള്ളിൽ പോകണം. അപ്പോൾ തന്നെ എന്നെ ഏജൻറ്റ് ചേച്ചി വിളിച്ചു പറഞ്ഞു, സീനു 2 ദിവസമേ ഉള്ളൂ, നീ നാളെ പോകൂലേ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, എൻ്റെ ചേച്ചി നാളെ പോകാൻ എന്നെക്കൊണ്ട് സാധിക്കില്ല, എൻ്റെ കാര്യങ്ങളൊന്നും ആയിട്ടില്ല ചേച്ചി, എനിക്ക് 2 ദിവസം കൂടി സമയം തരണമെന്ന് പറഞ്ഞു. മെയിനായിട്ട് ഞാൻ ഉദ്ദേശിച്ചത് ഈ 2 ദിവസം പൈസ എനിക്ക് എങ്ങനെയെങ്കിലും എവിടെന്നെങ്കിലും എൻ്റെ ദൈവം തരും. പക്ഷേ എനിക്ക് ഇവിടെ സാക്ഷ്യം പറയാൻ വരണമെന്നുള്ളതായിരുന്നു എൻ്റെ ഏറ്റവും വലിയൊരാഗ്രഹം. അത് നടക്കാതെ പോകരുതെന്ന് മാത്രമായിരുന്നു. അങ്ങനെ ഞാൻ ചേച്ചിയോട് പറഞ്ഞു, ചേച്ചി 2 ദിവസത്തെ സമയം എനിക്ക് എങ്ങനെയെങ്കിലും തരണമെന്ന് പറഞ്ഞു. അപ്പോൾ ചേച്ചി പറഞ്ഞു, ഓക്കെ 2 ദിവസത്തെ സമയം തരാമെന്ന് പറഞ്ഞു. അങ്ങനെ മിനിങ്ങാന്നാണ് ഞാൻ ഇവിടെ വന്നത്. ഇന്ന് എനിക്കിവിടെ സാക്ഷ്യം പറയാൻ സാധിച്ചു. ദൈവത്തിന് നന്ദി. ആദ്യത്തെ പ്രാവശ്യത്തെ ഞാൻ ആ ഉടമ്പടി എടുത്തപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചത്, ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ ഉപ്പ് ഇവിടുന്ന് കൊണ്ടുപോയി ഉപ്പിട്ടിരുന്നു. കിണറ്റിൽ ഇടയ്ക്കിടയ്ക്ക് വെള്ളം വറ്റി പോവായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് കേറ്ററിങ്ങിൻ്റെ വർക്കാണ്. അപ്പോൾ ഞാൻ പ്രാർത്ഥിച്ച് ഉപ്പിട്ടതിൻ്റെ ഇതായിട്ട് ഇപ്പോൾ കിണറ്റിലെ വെള്ളം അങ്ങനെ വറ്റണില്ല. ഞങ്ങൾക്ക് എപ്പോഴും വെള്ളമുണ്ട് നന്നായിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ ഞാൻ ബോംബെക്ക് ക്ലാസ്സിന് പോയിട്ട് തിരിച്ചു വന്നപ്പോൾ എനിക്ക് ഭയങ്കര കാലിന് വേദന, മസിൽ കയറുന്നു, മരുന്നുകളൊന്നുമില്ല, കൂട്ടത്തിലുള്ള ആരുടെയും കൈമരുന്നില്ല. അവരെയൊക്കെ വിളിച്ചെഴുന്നേൽപ്പിക്കാനായിട്ട് എനിക്ക് ഭയങ്കര വിഷമം. അപ്പം ഞാൻ എന്ത് ചെയ്യുമെന്ന് വിചാരിച്ച് ഞാൻ ട്രെയിനിൽ തന്നെ ആകെ വിഷമിച്ച് രാത്രിയിൽ ഒരിത്തിരി പോലും എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല. അപ്പം ഞാൻ പെട്ടെന്ന് എൻ്റെ മനസ്സിലിങ്ങനെ വന്നു, നിൻ്റെ കയ്യിൽ ഉടമ്പടി തൈലമില്ലേ, നീ അതെടുത്ത് ഉപയോഗിക്കാൻ പറഞ്ഞു. ഞാനങ്ങനെ അത് ഉപയോഗിച്ചു. ഒരു അരമണിക്കൂർ ഞാൻ ഉറങ്ങിയിട്ട് എണീറ്റപ്പോൾ എൻ്റെ കാലിന് ഒരു വേദനയുമില്ല, ഒരു വിഷമവുമില്ല, എനിക്ക് യാതൊരു പ്രശ്നവും എൻ്റെ കാലിനില്ല. പഴയതുപോലെ ഞാൻ ഓക്കെ ആയി. പ്രേക്ഷിത പ്രവർത്തനം ഞാൻ ചെയ്തത്, ഇവിടുന്ന് വന്ന് ഉടമ്പടി എടുത്തിട്ട് പോകുന്നതിൻ്റെ പിറ്റേ ദിവസം തന്നെ ഞാൻ പോയി പത്രം കൊടുക്കും. പത്രം കൊടുക്കാൻ പോകുമ്പോൾ എൻ്റെ മോളും എൻ്റെ കൂടെ വരും. എല്ലാ സ്ഥലങ്ങളിലും, പള്ളികളിലും, ബസ് സ്റ്റാൻഡുകളിലും, ഹോസ്പിറ്റലുകളിലും ഒക്കെ ഞാൻ പോകും, പത്രം കൊടുക്കും. അങ്ങനെ പിന്നെ അനാഥാലയങ്ങളിൽ പോവും ഞാൻ. അവർക്ക് ഫുഡ് ഉണ്ടാക്കി കൊണ്ടുപോയി കൊടുക്കും. അവരുടെ കൂടെ മുറി ക്ലീൻ ചെയ്യാൻ കൂടും, അവരെ കുളിപ്പിക്കും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് വേണ്ടി ചെയ്യുമായിരുന്നു. അതുപോലെ വീടിൻ്റെ അടുത്ത് ഒറ്റയ്ക്ക് താമസിക്കുന്നവർക്ക് ഭക്ഷണം കൊണ്ടുപോയി കൊടുക്കുകയും, വീട്ടിൽ വരുന്നവർക്ക് ഭക്ഷണം കൊടുക്കുകയും, വീട്ടിൽ വരുന്നവർക്ക് പൈസ കൊടുത്ത് സഹായിക്കുകയും, ഹോസ്പിറ്റലുകളിൽ പുതിയ വസ്ത്രങ്ങൾ കൊണ്ടുപോയി കൊടുക്കുകയും ഒക്കെ ചെയ്തിരുന്നു. ആത്മീയ ജീവിതം, ഞാൻ എല്ലാ ദിവസവും ജപമാല ചെല്ലുകയും ബൈബിൾ വായിക്കുകയും ആഴ്ചയിൽ 3 ദിവസമെങ്കിലും കുർബാനയിൽ പങ്കെടുക്കുകയും ചെയ്യുമായിരുന്നു. എനിക്ക് വിശ്വാസത്തെ കഴിഞ്ഞും കൂടുതൽ ഇപ്പോൾ ദൈവത്തോടുള്ള വിശ്വസ്തതയാണ് എനിക്ക് കൂടുതലായിട്ട്. കാരണം യൂട്യൂബിൽ അച്ഛൻ്റെ ക്ലാസ്സുകൾ കൂടുന്നതാണ് എനിക്ക് ഏറ്റവും കിട്ടിയ നല്ല അനുഭവങ്ങളാണ് എനിക്ക് അതിനകത്ത് കിട്ടിയ. ബൈബിൾ വായിക്കുന്നത് പോലെ തന്നെ അത്ര ക്ലിയറായിട്ട് അച്ഛൻ നല്ല നല്ല കാര്യങ്ങൾ പറഞ്ഞു തന്നപ്പോൾ എനിക്കത് കൂടുതൽ ബോധ്യമായി. എനിക്ക് ഈശോയ്ക്കും അമ്മയ്ക്കും ഒരിക്കൽ കൂടി 1000 നന്ദി. പരിശുദ്ധ അമ്മ എനിക്ക് തന്ന ഈ അൾത്താരയിൽ സാക്ഷ്യം പറയാൻ ഒരുക്കിയതിനെ ഓർത്ത് ഞാൻ ഒരുപാട് നന്ദി പറയുന്നു. എൻ്റെ പേര് വിമല. ഞാൻ കണ്ണൂർ ജില്ലയിൽ നിന്ന് വരുന്നു. ഞാനിവിടെ ഉടമ്പടി എടുത്തത് 30/7/2022 ഉടമ്പടി എടുക്കാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ, ഞാൻ ഇവിടെ ഈ അൾത്താരയിലേക്ക് വരുമ്പോൾ എനിക്ക് ഒരു അറസ്റ്റ് വാറണ്ടുമായിട്ടാണ് ഞാൻ വരുന്നത്. അത് ഒരു ചേച്ചിക്ക് ചിട്ടിക്ക് ജാമ്യം നിന്നതിൻ്റെ വകയിൽ എനിക്ക് 1-ാം ജാമ്യം ഞാനായിരുന്നു. ആ ചേച്ചി ചിട്ടി വിളിച്ച് പൈസ അടക്കാതിരുന്നപ്പോൾ അവർ എൻ്റെ പേരിലേക്ക് കേസ് കൊടുക്കുകയും അങ്ങനെയാണ് എനിക്ക് അറസ്റ്റ് വാറണ്ടുമായി ഞാൻ ഈ പുണ്യഭൂമിയിലേക്ക് വരുന്നത്. അപ്പോൾ ഞാൻ ഇവിടുന്ന് അമ്മയോട് ഉടമ്പടിയിൽ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു, മാതാവേ, എൻ്റെ വീട്ടിൽ പോലും അറിയാതെയാണ് ഞാൻ ആ ചേച്ചിക്ക് ജാമ്യം നിന്നത്. അപ്പോൾ അതിൽ നിന്ന് എൻ്റെ മാതാവ് രക്ഷിച്ചേ പറ്റൂ. അങ്ങനെ ഞാൻ ഇവിടുന്ന് ഉടമ്പടിയുടെ കാര്യങ്ങളെല്ലാം പൂർത്തിയായി വീട്ടിലെത്തി. തിങ്കളാഴ്ച രാവിലെ വക്കീൽ എന്നോട് വിളിച്ചിട്ട് പറയുന്നു, നിങ്ങളുടെ അറസ്റ്റ് വാറണ്ട് ഒഴിവാക്കിയെന്ന്. അമ്മയ്ക്ക് ഒരുപാട് നന്ദി. അത് കഴിഞ്ഞ്
രണ്ടാമത്തെ പുതുക്കൽ വന്നപ്പോൾ ആ ചേച്ചി തന്നെ ആ പൈസ ഫുള്ളടിച്ച് എന്നെ പരിശുദ്ധമ്മ ആ കേസിൽ നിന്നും പൂർണ്ണമായും ഒഴിവാക്കി തന്നു. അതിനെ പരിശുദ്ധമ്മയ്ക്കും തിരുകുമാരനും കൊടാനുകൂടി നന്ദി പറയുന്നു. എൻ്റെ രണ്ടാമത്തെ സാക്ഷി എന്ന് പറഞ്ഞത്, ഞാൻ ഉടമ്പടി എടുക്കുന്നതിന് മുമ്പേ ഞാൻ യൂട്യൂബ് വഴിയാണ് മാതാവിനെക്കുറിച്ച് കൂടുതൽ അറിയുന്നതും രാവിലെ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും വൈകുന്നേരം ഉടമ്പടി പ്രാർത്ഥനയും ഞാൻ മുടങ്ങാതെ ചെല്ലുകയും, കാരണം എനിക്ക് വീട്ടിലേക്കൊരു വഴിയില്ലായിരുന്നു. 40 വർഷമായിട്ട് ഞങ്ങൾക്ക് വഴിയില്ല, നടവഴി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് ഞങ്ങളുടെ സ്ഥലം തന്നെയായിരുന്നു. ചേട്ടൻ വഴി വെക്കാതെ സ്ഥലം വേറെ ഒരാൾക്ക് കൊടുത്തുപോയി. അങ്ങനെ ആ സ്ഥലം ആ കൊടുത്ത ചേട്ടൻ ഞങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞെങ്കിലും ഞങ്ങൾ ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത് വീട്ടിൽ കാശ് കൊണ്ടുവച്ചപ്പോൾ പിന്നെ ആ ചേട്ടൻ വിളിച്ചിട്ട് ഫോൺ എടുക്കാതെയായി. അങ്ങനെ ഒരുപാട് തവണ വിളിച്ചിട്ടും ഫോൺ എടുക്കുന്നില്ല. അപ്പോൾ ഞാൻ എൻ്റെ അമ്മയോട് പറഞ്ഞു, മാതാവേ, ഫെബ്രുവരി 28 5 മണിക്ക് മുമ്പായിട്ട് ആ ചേട്ടൻ ഞങ്ങളെ വിളിച്ച് സ്ഥലം ഞങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ എൻ്റെ അമ്മയുടെ അടുത്താരിൽ വന്ന് ഞാൻ സാക്ഷ്യപ്പെടുത്തിക്കൊള്ളാമെന്ന് ഞാൻ പറഞ്ഞു. അതുപോലെ ഫെബ്രുവരി 28 5 മണിക്ക് ആ ചേട്ടൻ ഞങ്ങളെ വിളിച്ചിട്ട് പറയുന്നു, സ്ഥലം നാളെ ഞാൻ അളക്കാൻ വരും, റെഡിയായി ഇരുന്നോളാൻ. അന്ന് ആ മാതാവിൻ്റെ കൃപയാലേ ഞങ്ങൾക്ക് ആ സ്ഥലവും റോഡായിട്ട് കിട്ടി. പിന്നെ എൻ്റെ മൂന്നാമത്തെ സാക്ഷ്യം എന്ന് പറയുന്നത്, ഞാൻ ഡ്രൈവിങ് പഠിക്കുന്നുണ്ടായിരുന്നു. നന്നായിട്ട് ഡ്രൈവിങ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളായിരുന്നു. പക്ഷേ അവിടെ എത്തുമ്പോൾ എന്തോ കിട്ടുന്നില്ല. 2 തവണ ഞാൻ ഡ്രൈവിങ് ടെസ്റ്റ് ചെയ്തു. 2 തവണയും ഞാൻ ഫെയിലായി. മൂന്നാമത്തെ തവണ ഞാൻ ഡ്രൈവിങ്ങിന് പോകുമ്പോൾ ഞാൻ പരിശുദ്ധ അമ്മയുടെ ഉപ്പ് ആ വണ്ടിയിൽ വിതറുകയും അതിൻ്റെ ഫലമായി എനിക്ക് ഡ്രൈവിങ് ടെസ്റ്റ് പാസ്സാകാൻ പറ്റി. പിന്നെ ഞാൻ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ചെയ്യുന്നത്, ഇവിടുന്ന് പത്രം മേടിക്കും. എല്ലാ ഗവൺമെൻറ് ഹോസ്പിറ്റലുകളിലും ബസ് സ്റ്റാൻഡുകളിലും വീടുകളിലും വിശ്വാസപ്രമാണം ചൊല്ലി നമ്മുടെ ഉടമ്പടി വിശുദ്ധമായ തൈലം പുരട്ടി അർഹതപ്പെട്ടവരുടെ കയ്യിൽ കിട്ടണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഞാൻ പത്രം കൊടുക്കുന്നത്. അതുപോലെ കാരുണ്യപ്രവൃത്തി പിന്നെ ഞാൻ അച്ഛൻ്റെ ധ്യാനങ്ങളും ഡെയിലി ബ്രെഡും സാക്ഷ്യങ്ങളും എല്ലാം മറ്റുള്ളവർക്ക് ഷെയർ ചെയ്തു കൊടുക്കുമായിരുന്നു. പിന്നെ കാരുണ്യപ്രവൃത്തിയായിട്ട് ഞാൻ ചെയ്യുന്നത്, ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ചെല്ലുകയും അവിടുത്തെ രോഗികൾക്ക് അവർക്ക് വേണ്ടുന്ന എന്താണെന്ന് വെച്ചാൽ ഞാൻ വാങ്ങിച്ചു കൊടുക്കുകയും അനാഥാലയങ്ങൾ പോയി അവരെ വസ്ത്രം അലക്കി കൊടുക്കുകയും അതോടൊപ്പം തന്നെ അവർക്ക് ഫുഡിനുള്ള പൈസ കൊടുക്കുകയും എന്നെ കഴിയുന്നത് പോലെ ഞാൻ ചെയ്തു. പിന്നെ എനിക്ക് എൻ്റെ ആത്മീയ ജീവിതത്തിൽ വന്നത്, എനിക്ക് ഒരുപാട് ദേഷ്യം വരുന്ന ഒരാളായിരുന്നു. എനിക്ക് എല്ലാവരോടും ക്ഷമിക്കാനും ഉള്ള കൃപ നൽകി. അരമണിക്കൂർ ഞാൻ എന്നും ബൈബിള് വായിക്കും. ഇത്രയും അനുഗ്രഹം തന്ന എൻ്റെ പരിശുദ്ധ അമ്മയ്ക്കും തിരുകുമാരനും ഞാൻ കോടാനുകൂടി നന്ദി പറയുന്നു.